ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംനാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സോഫ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ ഈ ഒരു കേക്കിൽ നമുക്ക് ആകെ 3 ചേരുവകളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതേസമയം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കുമാണ് കേട്ടോ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഓവനില്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു 3 ചേരുവകൾ വെച്ചിട്ട് ഓവനില്ലാതെ ഈ ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കാനായിട്ട് ഇതേ ബൗൺസിൻ്റെ ക്രീം ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ക്രീം ബിസ്ക്കറ്റ് എടുത്താലും കുഴപ്പമില്ല, പക്ഷേ ചോക്ലേറ്റ് ഫ്ലേവറിലെ ബിസ്ക്കറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല ക്രീം ബിസ്ക്കറ്റ് ആയിരിക്കും നമുക്ക് എപ്പോഴും കൂടുതൽ നല്ലത്. കാരണം നമ്മൾ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്കിൽ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഈ ബിസ്ക്കറ്റ് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ബിസ്ക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 14 ബിസ്ക്കറ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഒരു ബിസ്ക്കറ്റ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ ക്രീം ഒന്നും പോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്രീമോട് കൂടി തന്നെ വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട്. പിന്നെ ഒരുപാട് ബിസ്ക്കറ്റ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 2 ട്രിപ്പായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കുക. ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നിറയെ ബേക്കിംഗ് പൗഡർ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡർ നമ്മുടെ ബിസ്ക്കറ്റ് പൊടിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ കൂടി ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടിയിലോട്ട് ഇളം ചൂടുള്ള പാല് ചേർത്തിട്ട് നമുക്കൊരു കേക്ക് ബാറ്ററിൻ്റെ പരുവത്തിലാക്കിയെടുക്കണം. അതിനായിട്ട് ഇത് 1/2 ഗ്ലാസോളം ഇളം ചൂടുള്ള പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല, നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ഇളം ചൂടുള്ള പാല് മാത്രം കേട്ടോ. പിന്നെ ഈ ഒരു പാല് ബിസ്ക്കറ്റിൻ്റെ പൊടിയിലോട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കാനായിട്ട് പാടില്ല. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ കട്ടകളൊന്നും കെട്ടാതെ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇങ്ങനെയുള്ള ഒരു വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് നന്നായിട്ട് നല്ല സ്മൂത്ത് ബാറ്ററാക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ബിസ്ക്കറ്റിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല. നമ്മൾ ഇതിൽ ബിസ്ക്കറ്റ് മാത്രം ഇട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും ഈ ഒരു കേക്കിന്. പിന്നെ ഒന്നും കൂടി ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോ വാനില എസൻസ് കയ്യിലുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ പാലൊഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ കേക്ക് ടീനിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് ടീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു സാധാരണ സ്റ്റീൽ പാത്രത്തിൽ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഈ ഒരു ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കട്ടെ. എന്തെങ്കിലും എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കുക്കറിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കുക്കറിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു സ്റ്റാൻഡോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമോ വെച്ച് കൊടുക്കുക. അല്ലാതെ നമ്മൾ കേക്ക് ടിന് ഡയറക്റ്റായിട്ട് കുക്കറിൽ ഇറക്കി വെക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് അടിയിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കറിൻ്റെ അടപ്പിട്ട് വിസിലിടാതെ വാഷർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ആ കുക്കറിൽ നിന്ന് കറക്റ്റ് ഒരു പുക വരണം കേട്ടോ. അതുവരെ 5 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പ് മാറ്റി നമുക്ക് ഈ ഒരു കേക്ക് ടിന് പതുക്കെ ഈ കുക്കറിലോട്ട് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും വാഷർ ഇട്ട് അതേസമയം വിസിലിടാതെ ഇത് നന്നായിട്ട് അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് 20 മിനിറ്റ് കേട്ടോ. അതിനിടയിൽ തുറന്നു നോക്കാൻ പാടില്ല. നമ്മുടെ കേക്കിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം അങ്ങോട്ട് അമുങ്ങി പൊന്തി പൊങ്ങി വരില്ല കേട്ടോ. അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് 20 മിനിറ്റ്. അപ്പോഴത്തെ നമ്മുടെ കേക്ക് കറക്റ്റ് ഒരു 20-25 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ സൈഡ് ഭാഗം ചെറുതായിട്ട് ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഞാനിത് കേക്ക് ടിന്ന് എടുത്ത് മാറ്റുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറിയതിന് ശേഷം മാത്രം കഴിക്കുക കേട്ടോ. അതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറിയതിന് ശേഷം മാത്രം ബട്ടർ പേപ്പർ ഇതിൽ നിങ്ങൾ പതുക്കെ റിമൂവ് ചെയ്ത് കളയുക.
കാരണം ഞാനത് എടുത്തു പറയാനുള്ള കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ എക്സ്ട്രാ സോഫ്റ്റ്നെസ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് ക്രീം ബിസ്ക്കറ്റൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. കാരണം ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഈ ഒരു കേക്കിലുള്ളത് എന്നുകൊണ്ട് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.